ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഐറ്റം കണ്ടല്ലോ, ആവോലി. നല്ല മുട്ടൻ ആവോലിയാണ്, നല്ല ഫ്രഷ്. ഞാൻ ഇന്നലെ ചെല്ലാന ഫിഷിംഗ് ഹാർബറിൽ പോയപ്പോൾ ലേലം വിളിച്ച് വാങ്ങിച്ചാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ കാരക്കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത് കൊള്ളിക്കുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം നമുക്കിതിൻ്റെ ചിറകും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇവിടെ വെള്ള ആവോലിക്കാണ് കൂടുതൽ ഡിമാൻഡ്, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. പലയിടത്തും പല രീതിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഏത് ആവോലിക്കാണ് ഡിമാൻഡ് എന്നൊന്ന് പറയാമോ? സാധാരണ മീനിൻ്റെ ഒക്കെ തല വെട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെതമ്പലും ഒക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. മീനിന് നമുക്ക് നല്ലവണ്ണം കല്ലുപ്പിട്ട് നിന്ന് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കാം. ആവോലി നല്ലവണ്ണം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. ആവോലി പൊള്ളിക്കുന്നതിന് ആവശ്യമായ ആവോലി ഇവിടെ കഴുകി വെട്ടി വൃത്തിയാക്കി നമ്മളിവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ട ചേരുവകളാണിത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്, ഒരു ചെറിയ തണ്ട് കറിവേപ്പില. ഇവയെല്ലാം കൂടെ ഞാൻ കല്ലിൽ അരച്ചാണ് ഈ മസാല ഇതിലേക്ക് പുരട്ടുന്നത്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അമ്മിക്കല്ലിൽ അരച്ച് കറി വെക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ആരും കല്ലിൽ അരച്ചൊന്നും കറി വെക്കാറൊന്നുമില്ല. നമ്മുടെ കല്ലിൽ അരച്ച മസാല കണ്ടല്ലോ. നമുക്കിതെല്ലാം മീനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആവോലി പൊള്ളിക്കുന്നതിനായി ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇവയെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി, ചുവന്നുള്ളി, കുറച്ച് തക്കാളി നമ്മളിത് വാടി വരുമ്പോഴാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. നല്ലവണ്ണം അങ്ങോട്ട് എണ്ണയിൽ കിടന്ന് മുരിയിട്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പാചകത്തിൻ്റെ വീഡിയോ ആണോ, അതോ മീൻ ലേലത്തിൻ്റെ വീഡിയോ ആണോ, അതോ ഡ്രസ്സിൻ്റെ വീഡിയോ ആണോ, അതോ പ്രകൃതിയെക്കുറിച്ചുള്ള വീഡിയോ ആണോ? ഇതിലേതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലവണ്ണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കല്ലിൽ അരച്ചൊരു മസാല കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2 പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2 പാൽ ഒഴിച്ച ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊരു ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1 പാൽ കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലവണ്ണം അടിപൊളിയായിട്ട് വച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നമ്മുടെ ആവല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്കിട്ട് ഇതും കൂട്ടി ഒരു പിടി പിടിക്കാം. കുറച്ച് ഗ്രേവിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല വെണ്ണ പോലത്തെ മാംസം. അടിപൊളി മീനാണിത്. ചോറും കൂട്ടിയിട്ടങ്ങനെ. നിങ്ങൾ ഇങ്ങനെയാണോ ആവല് വെക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എൻ്റെതായ രീതിയിലാണ് വെച്ചിരുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത്